Hi everyone, Jaify's kitchen-ലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ പട്ടിയാലയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പഞ്ചാബി ഡിഷാണിത്. റിച്ച് ക്രീമി ഗ്രേവിയോട് കൂടിയ ചിക്കൻ പട്ടിയാല തന്തൂരി റൊട്ടി, നാൻ, പൊറോട്ട, ചപ്പാത്തി, ജീര റൈസ്, ഗീ റൈസ് എന്നിവയോടൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ചിക്കൻ പട്ടിയാല നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. 1.5 കിലോഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനായി 4 ടേബിൾ സ്പൂൺ തൈര്, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായി യോജിപ്പിച്ച് 30 മിനിറ്റ് അടച്ചു വയ്ക്കുക. അര കപ്പ് കാഷ്യൂ നട്ട് അല്പം വെള്ളത്തിൽ 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം അരിച്ച് ചൂടാറാൻ മാറ്റിവെക്കുക. കാഷ്യൂവിന് നല്ല മയം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കട്ടിയുള്ള ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുക. അതിലേക്ക് കുറച്ച് മസാല ചേർക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഇളക്കുക. പച്ചമണം മാറുമ്പോൾ 4 മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് ലൈറ്റ് ഗോൾഡൻ നിറമാകുന്നത് വരെ വഴറ്റുക. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറിയ ശേഷം 4 തക്കാളി അരച്ചത് ചേർത്തിളക്കുക. എണ്ണ തെളിഞ്ഞു വരുന്ന പാകമാകുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്തിളക്കുക. പാകത്തിന് വെള്ളവും ഉപ്പും ചേർക്കുക. ഞാനിവിടെ 300 ml വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അടച്ചു വെച്ച് ചിക്കൻ നന്നായി കുക്ക് ചെയ്തെടുക്കുക. ചിക്കൻ പട്ടിയാലയുടെ ഹൈലൈറ്റായ യെല്ലോ ഗ്രേവിക്ക് ആവശ്യമായ കാഷ്യൂ ഒനിയൻ പേസ്റ്റ് തയ്യാറാക്കാം. ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് ഒരു ചെറിയ സവോള അരിഞ്ഞത് ചേർത്തിളക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ മാറ്റിവെക്കുക. തിളപ്പിച്ച് വെള്ളം വാലാൻ വെച്ചിരിക്കുന്ന കാഷ്യൂവും വഴറ്റിയ സവോളയും ചേർത്ത് മിക്സിയുടെ ജാറിൽ നന്നായി അരച്ചെടുത്ത് മാറ്റിവെക്കാം. ഇതാണ് നമ്മുടെ ചിക്കൻ പട്ടിയാലയ്ക്ക് യെല്ലോ കളർ നൽകുന്ന ഇൻഗ്രീഡിയൻറ്റ്. ഇനി ഗ്രേവിക്ക് ആവശ്യമായ മസാല റെഡിയാക്കാം. അതിനായി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചൂടാക്കി 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. പച്ചമണം മാറിയ ശേഷം 2 സവോള ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞതും 4 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് വഴറ്റുക. ചെറുതായി ഒന്ന് വാടിയ ശേഷം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ഒരു ക്യാപ്സിക്കം വലുതായി അരിഞ്ഞത് ചേർത്ത് മിക്സ് ചെയ്യുക. അതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന കാഷ്യൂ ഒനിയൻ പേസ്റ്റ് ചേർത്ത് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഞാനിവിടെ 150 ml വെള്ളമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. നന്നായി തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. നന്നായി കുക്കായ ചിക്കനിലേക്ക് ഗ്രേവി ആഡ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കുക. അല്പം വെള്ളം കൂടി ആഡ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് 2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഫൈനലി 1/2 ടീസ്പൂൺ കസ്തൂരി മേത്തി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പട്ടിയാല റെഡിയായി കഴിഞ്ഞു. അല്പം മല്ലിയില തൂകി ചൂടോടെ സെർവ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ചെയ്തു നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് സ്റ്റേ സേഫ്.